ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൂവിയുടെ ഒരു ചെറിയൊരു റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ കുറേ നാൾക്ക് ശേഷം, അതായത് കാണണം കാണണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇന്നലെ പോകാൻ പറ്റി. പ്രേമലു കണ്ടു തിയേറ്ററിൽ. എന്താ പറയുക, ഐ എം മൈൻഡ് ബ്ലോൺ. ജസ്റ്റ് ടു ഗുഡ്. വളരെ വളരെ എൻജോയബിൾ ആയിരുന്നു, വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര ഹാപ്പി ഫീലിംഗ്, ലൈക്ക് ഒരു ഫീൽ ഗുഡ്. ശരിക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്. ഭയങ്കര എൻ്റർടൈനിങ് ആണെന്ന് മാത്രമല്ല, മേക്കിങ്ങും വളരെ നന്നായിരുന്നു. ആൻഡ് എവറിഥിങ്, എവറി ആസ്പെക്റ്റ്, ഓരോ ആസ്പെക്റ്റും ആ ഫിലിമിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ്, കാസ്റ്റിംഗ്, ഡയറക്ഷൻ, മ്യൂസിക്, പ്രൊഡക്ഷൻ, എല്ലാ മേഖലയിലും വളരെ ഭംഗിയായിട്ടാണ് ഈ ഫിലിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് സ്റ്റോറി. അപ്പോൾ റൈറ്ററിനാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പേരെനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്ടർ ഇസ് ഗിരീഷേടി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ടു ഗിരീഷേടി. ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും സിമ്പിളായിട്ടും ഒരു സബ്ജക്റ്റ്. ഇറ്റ് ഈസ് എ റൊമാൻറ്റിക് കോമഡിയാണ് ഇതിൻ്റെ ജോണർ, എല്ലാവർക്കും അതറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്പോയിലേഴ്സ് ഒന്നും ഇടില്ല. അപ്പോൾ റൊമാൻറ്റിക് കോമഡി ആയിട്ടും വളരെ റിഫ്രഷിംഗ് ആയിട്ട്, ഓക്കെ, ഒരു പുതിയ ഐഡിയ പോലെ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദ എന്താ പറയുക, അതിൻ്റെ ഐഡിയാസ് ബിഹൈൻഡ് ഇറ്റ്, അപ്പം ശരിക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു പുതിയ ടൗണിലേക്ക് ജോലിക്കാര്യത്തിനായിട്ട് വരുന്നു. അപ്പം കേരളത്തിൽ നിന്ന് വരുന്ന കുറേ യങ്സ്റ്റേഴ്സ്, അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആണ്. അപ്പം സാധാരണ നമ്മൾ കാണാറുള്ളത്, ഫെമിലിയർ ആയിട്ടുള്ളത്, IT എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ജോലി അന്വേഷണം എന്നൊക്കെ കാണിക്കുന്നത് യൂഷ്വലി ബാംഗ്ലൂരാണ്. പക്ഷെ ഇതിനകത്തൊരു ഡിഫറൻസ്, ഇത് ഹൈദരാബാദാണ് ഇതിൻ്റെ സെറ്റിംഗ്. അപ്പോൾ അത് തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഹൈദരാബാദിനെയും അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പോർട്രേ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ദ ലീഡ് പെയർ, ദേ ആർ ഔട്ട്സ്റ്റാൻഡിങ്, നസ്ലിൻ ആൻഡ് മമിത. അപ്പോൾ ഇവരുടെ ഈ പെയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പുതുമയുള്ള ഒരു പെയറിംഗ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫ്രഷ് പെയറിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ ഗിരീഷിൻ്റെ തന്നെ ഫിലിമാണ്. അപ്പോൾ അതിൽ ഇവർ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അവർ പെയറായിട്ടല്ല. അപ്പം പല ഫിലിമിലും ഉണ്ടെങ്കിലും ഇവർ ഒരിക്കലും ഒരു പെയറിംഗ് ആയിട്ട് ഇവർ വന്നിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് വേ ഇതൊരു ഭയങ്കര ഫ്രഷ് ഒരു പെയറിംഗ് ആണ്. അപ്പോൾ അത് തന്നെ കാണാൻ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടാണ്, അങ്ങനെ ഒരു പൈങ്കിളി ലൈനിലൊന്നും അല്ല സാധനം പോകുന്നത്. അപ്പോൾ റൊമാൻസ് ആണെന്ന് ചോദിച്ചാൽ റൊമാൻസ് ആണ്, പക്ഷെ ഭയങ്കര പ്രാക്ടിക്കൽ, ഭയങ്കര രസം. ആൻഡ് അതിനകത്തെ ചെറിയ ചെറിയ മൂമെൻറ്റ്സ് പോലും ഭയങ്കര എൻജോയബിൾ ആണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പം ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തെ ബാക്കി ക്യാരക്ടേഴ്സ്, മെയിൻ ലീഡ്സ് അല്ലാത്ത ബാക്കി ക്യാരക്ടേഴ്സ്, ദേ വേർ ഔട്ട്സ്റ്റാൻഡിങ്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് എന്ന് വേണം പറയാൻ. എസ്പെഷ്യലി എൻ്റെ ഫേവറേറ്റ് അമൽ ഡേവിസ് ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ അമൽ ഡേവിസ്. അപ്പം അമൽ ഡേവിസിൻ്റെ ക്യാരക്ടർ ചെയ്ത ആള്, ഓക്കെ, എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല, സോ ഐ എം ഗോയിങ് ടു റെഫർ സംഗീത് പ്രതാപ്. ഹാറ്റ്സ് ഓഫ് ടു യു. എന്തൊരു ഉഗ്രൻ കോമിക് ടൈമിങ്, ബ്യൂട്ടിഫുൾ, എന്താ പറയുക, എക്സ്പ്രഷൻസും ആക്ടിങ്ങും എല്ലാം എത്ര നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും അമൽ ഡേവിസ് ആയിട്ട് തന്നെ ഈ പുള്ളിയുടെ ക്യാരക്ടർ കുറച്ച് നാൾ പുള്ളി ക്യാരി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത്ര അമൽ ഡേവിസ് ആയിട്ടേ നമ്മൾ കാണുള്ളൂ, സംഗീതമായിട്ട് നമുക്ക് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത്ര നന്നായിട്ടാണ് ആ ക്യാരക്ടറിലേക്ക് പുള്ളി കയറിയേക്കുന്നതും സപ്പോർട്ട് ചെയ്തതും നസ്ലിനെ. അതുപോലെ തന്നെ ആദി എന്ന് പറയുന്ന ക്യാരക്ടർ, ഹൂസ് എ ലിറ്റിൽ സ്നോബിഷ്, ആൻഡ് പുള്ളിയാണ് ഇതിനകത്തെ ഒരു ആൻറ്റാഗണിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. പ്രൊട്ടാഗണിസ്റ്റ് ഇവരൊക്കെ ആണെങ്കിലും ആൻറ്റാഗണിസ്റ്റ് ശരിക്കും ഈ ആദി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ശ്യാമോഹൻ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അപ്പോൾ അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. അപ്പം ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദി കാസ്റ്റിംഗ് ഓഫ് ദി സൈഡ് ക്യാരക്ടേഴ്സ്. ഓഫ് കോഴ്സ് ഒരു പ്രൊഫസർ റോളുണ്ട്. പുള്ളി എൻ്റെ ഫേവറേറ്റ് ഒരു ആക്ടറാണ്, അൽതാഫ് സലീം എന്ന് പറഞ്ഞാൽ. ഹീസ് ഫാബുലസ്, ജസ്റ്റ് ടു ഗുഡ്. പിന്നെ സൈഡ് ക്യാരക്ടേഴ്സ്, കാർത്തിക ഓഫ് കോഴ്സ്,
പിന്നെ മീനാക്ഷിയുടെ റോള്, ഒരു ക്വർക്കി റൂംമേറ്റ് ആയിട്ടുള്ള റോള്, ചെറിയ റോളാണ് ബട്ട് വെരി ഗുഡ്. പിന്നെ ചൂരൽ ഫെയിം ആക്ടറുണ്ട്, പുള്ളിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ചൂരൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഐ ഡി ഉണ്ട്. അപ്പോൾ അതിനകത്തെ ആക്ടർ ഇതിനകത്തൊരു റോള് ചെയ്യുന്നുണ്ട്. ഓൾ ദ സൈഡ് ആക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലൈക്ക് മെയിൻ ആക്ടേഴ്സ് ഓഫ് കോഴ്സ് നസ്ലേൻ ഈസ് എ വെരി വെരി ടാലൻറ്റഡ് ആക്ടർ, ഭയങ്കര ടാലൻറ്റഡ് ആണ്. അപ്പം ആ പയ്യൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഒരു ചേഷ്ടയായിട്ട് ഒരിക്കലും തോന്നില്ല. ഭയങ്കര എന്താ പറയുക, ചെയ്യുന്നതിൽ തന്നെ ഒരു കോമഡി ഉണ്ട്. യുനോ ദ വേ ഹി ഈസ് ഡൂയിങ് ഇറ്റ്, അതിൽ തന്നെ നമുക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ട് എന്തൊക്കെയോ ഭയങ്കര എൻജോയബിൾ ആയിട്ട് തോന്നും. അതുപോലെ ഡയലോഗ്സ് പറയുന്നതാണെങ്കിലും ഭയങ്കര ഒത്തൻറ്റിക്, അതുപോലെ സെൻറ്റിമെൻ്റൽ സീൻസ് ആണെങ്കിലും ഭയങ്കര ഒത്തൻറ്റിക്. അപ്പോൾ ചെയ്യുന്ന കാര്യം നമുക്ക് ശരിക്കും ആ പ്രൊട്ടാഗനിസ്റ്റിൻ്റെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ അത്രയ്ക്കും ഇൻവോൾവ് ആയിട്ട് നമ്മളെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഫിലിം. നസ്ലേൻ്റെ ക്യാരക്ടർ വിടാണ്ട് ക്യാരക്ടറിൽ തന്നെ പിടിച്ച ആള് ആ ഒരു ഗ്രാഫ് പിടിച്ച് ഭയങ്കര മനോഹരമായിട്ട് എൻഡിങ് വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഹാറ്റ്സ് ഓഫ്, ഭയങ്കര കഴിവാണ്. ഇത്ര അഡോറബിളായിട്ട്, അതായത് ആൾക്കാരെ ഇത്രയും പിടിച്ചു നിർത്തി കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ, എനിക്ക് പണ്ടും പുള്ളിയുടെ ആക്ടിങ് ഇഷ്ടമായിരുന്നു, വേറെ ചെയ്തിട്ടുള്ള വേറെ സിനിമയിലും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്, പ്രത്യേകിച്ച് കോമഡി. പക്ഷെ ഇതിനകത്ത് സെൻറ്റിമെൻ്റൽ സാധനങ്ങൾ പുള്ളിക്കാരൻ പ്രസൻറ്റ് ചെയ്തുണ്ടല്ലോ, ശരിക്കും കരയിപ്പിക്കും. ഐ മീൻ ഇറ്റ്സ് റിയലി ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓവർ ഡ്രമാറ്റിക് ഒന്നുമല്ല, പക്ഷെ ചെയ്യുന്നത് എന്തോ ഒരു വളരെ നാച്ചുറൽ, ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ഇൻബോൺ ടാലൻ്റ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ മമിത അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി ഷീ ഹാസ് എ ലോങ് വേ ടു ഗോ. ഭയങ്കര ടാലൻറ്റഡ് ആക്ട്രസ്. ആള് ഈക്വലി രണ്ടുപേരെയും മെയിൽ ഫീമെയിൽ, ആരാണ് പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്ര രസമായിട്ട് മെയിൽ ഫീമെയിൽ ബാലൻസ്ഡ് ആയിട്ടാണ് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. എക്സലൻറ്റ്, ദാറ്റ് പാർട്ട് ഈസ് റിയലി ഗുഡ്. അപ്പം മമിത അതിനനുസരിച്ച് ഷീ ഹാസ് ഫിറ്റ് ഇൻ ടു ദിസ് ഷൂ സോ വെൽ ആസ് എ ലവർ. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് തന്നെ ഭയങ്കര ക്ലാഷിംഗ് ആണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് സോ മച്ച് കെമിസ്ട്രി. അപ്പം ഒരാളൊരു ഇച്ചിരി കൂടി ഒരു മെച്യൂർ ടൈപ്പാണ്, മറ്റേ ആൾ കുറച്ചുകൂടെ ലൈഫ് എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു വെൻ ദേ വേൾഡ്സ് കൊളൈഡ്, ആ ഒരു എൻവയൺമെൻറ്റ് ദറ്റ് കംസ് അപ്പ് വിത്ത് ദാറ്റ്, ജസ്റ്റ് യു ഹാവ് ടു ജസ്റ്റ് വാച്ച് ഇറ്റ്. തിയേറ്ററിൽ പോയിട്ട് ഇവർ, സോ ബേസിക്കലി ഈ രണ്ട് ആക്ടേഴ്സ് മമിത ആൻഡ് നസ്ലിൻ വളരെ നന്നായിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്തു. ആൻഡ് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ശരിക്കും മനസ്സിൽ തട്ടുന്ന പോലെയാണ് ഇവരുടെ ആക്ടിങ്ങും ഇവരുടെ സ്റ്റോറി ടെല്ലിങ്ങും. ഇവരെങ്ങനെ ആ സ്റ്റോറി സ്ക്രീനിൽ കൊണ്ടുവരുന്നു, കോമിക് ടൈമിങ് എല്ലാം വളരെ വളരെ കറക്റ്റായി, വളരെ അക്യുറേറ്റ് ആയിട്ട് മീറ്ററിൽ വീണിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള സിങ്ക്, കെമിസ്ട്രി എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. തന്നെയല്ല, നമുക്കത് എന്തോ ഉള്ളിൽ നിന്ന് ഇവരുടെ ഫീലിങ്സ് വരുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഏച്ചുകെട്ടലോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയോ അങ്ങനെ ഒന്നും തന്നെ അവരുടെ ആക്ടിങ്ങിൽ തോന്നിയില്ല. പക്ഷെ അത് ശരിക്കും ക്രെഡിറ്റ്സ് ടു ദ ഡയറക്ടർ ഓൾസോ. അവരെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തു. പിന്നെ ഇവരൊക്കെ വളരെ ടാലൻറ്റഡ് ആക്ടേഴ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്തൊക്കെയോ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം അവരുടെ എക്സ്പീരിയൻസസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തതാവാം, അല്ലെങ്കിൽ അവർ കണ്ടതാവാം. പക്ഷെ വളരെ നന്നായിട്ട് ഇൻട്രൻസിക് ആയിട്ട് അവർ അത് ആക്ട് ചെയ്തിട്ടുണ്ട്. ദറ്റ് ഈസ് ഭയങ്കര എൻജോയബിൾ ആയിട്ട് സ്ക്രീനിൽ കാണുന്നുണ്ട്. ആൻഡ് ഓഡിയൻസും ശരിക്കും എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി തിയേറ്ററിൽ. അപ്പോൾ അതൊരു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്, അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. ശരിക്കും ഒരുപാട് കോമഡി മൂമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട്. പക്ഷെ അതെല്ലാം സിറ്റുവേഷണൽ കോമഡിയാണ്, അങ്ങനെ ഒരു സ്ലാപ് സ്റ്റിക്ക് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയബിൾ ആണ്, ബിക്കോസ് ആ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള കോമഡിയാണ്. അപ്പം ശരിക്കും എന്താ പറയുക, അത് എങ്ങനെയൊക്കെയോ വരുത്തി വെക്കുന്ന ഒരു കോമഡി പോലെയാണ് ശരിക്കും സ്റ്റോറി. കാരണം അവരോരോ ഫണ്ണി സിറ്റുവേഷൻസിലാവുന്നു എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ്. അപ്പം മാത്യുവിൻ്റെ ആണെങ്കിലും ക്യാരക്ടർ വളരെ കുറവേ ഉള്ളെങ്കിലും ഭയങ്കര ക്വർക്കി ആയിട്ട് രസമായിരുന്നു കാണാൻ. അപ്പം മൊത്തത്തിൽ ഭയങ്കര എൻജോയബിൾ ആണ്. എല്ലാവരും ഫാമിലിയായിട്ട് ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അതുപോലെ തന്നെ മ്യൂസിക് ഇസ് അമേസിങ്. അപ്പോൾ ശരിക്കും ആദ്യം കാണുമ്പോൾ ഒരു മ്യൂസിക്കലാണോ എന്ന് തോന്നിപ്പോകും. കാര്യം അത്ര മ്യൂസിക്കലാണോ എനിക്കറിയത്തില്ല, പക്ഷെ മ്യൂസിക്കലായിട്ട് ശരിക്കും തോന്നിപ്പോകും. കാര്യം അത്ര നന്നായിട്ടാണ് ഓരോ പാട്ടുകൾ ഓരോ സിറ്റുവേഷൻസിൽ വരുന്നത്. വെറുതെ ഇങ്ങനെ റൊമാൻസ് ചെയ്തല്ല,
അതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് കോമഡിയും ഒരുപാട് സ്റ്റോറിയും കാണിക്കുന്നുണ്ട് ആ ഓരോ പാട്ടിലും. അപ്പം ശരിക്കും ഒരു പാട്ടിൽ നിന്ന് അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, കാര്യം അത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമായിട്ട് ആ പാട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പാട്ട് ചെയ്തിരിക്കുന്നതും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ആള് ലൈക്ക് വിജയ് ഇസ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. വളരെ നന്നായിട്ടുണ്ട് പാട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഭയങ്കര ക്യാച്ചിയാണ്, അതിൻ്റെ ലിറിക്സ് തന്നെ ഭയങ്കര ഫണ്ണിയാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദ ലിറിക്സ്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് കുട്ടിക്കുടിയേ എന്നുള്ളതാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട്. അപ്പം എല്ലാം ഭയങ്കര സിങ്കായിട്ട് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ട് വന്നിട്ടുണ്ട്. വെറുതെ അല്ല, ഇറ്റ് ഇസ് ഡൂയിങ് വെരി വെൽ ഇൻ ദ തിയേറ്റർ. ബിക്കോസ് ശരിക്കും ഞാനും പോയത് കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിട്ടോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഈ ടെൻഷനെല്ലാം കംപ്ലീറ്റ്ലി മറന്ന് എന്തൊക്കെയായിരുന്നു ടെൻഷൻ എന്നുള്ളത് ആലോചിക്കാൻ പോലും ഒരു സ്പേസ് ഇല്ലാതെ കുറച്ചു നേരം വളരെ ഫ്രീ ആയിട്ട് പോയി കണ്ടിട്ട് വരാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു സിനിമ ചെയ്യേണ്ടതാണ്, നമ്മളെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ബെറ്റർ സ്റ്റേറ്റിലേക്ക് ആക്കുക എന്ന് പറയുന്നൊരു കാര്യം. അതിനുള്ള പവർ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇത്ര സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, ഭയങ്കര ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷെ ചെയ്യുന്ന കാര്യം ഭയങ്കര ജെന്യുവനായിട്ട് ചെയ്തു. സോ മൈ ഹംബിൾ നമസ്തേ ടു Giri Shetty for this, and congratulations to the entire team. Bye.